ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ത്രൂ ഔട്ട് ഡേ എനിക്ക് മാത്രം ഞാൻ ഫുഡ് ഉണ്ടാക്കിയാൽ മതി. ഏട്ടനിവിടെ അടുത്തൊരു കല്യാണം ഉള്ളതുകൊണ്ട് അവൻ അവിടെ തന്നെയാണ് ഫുള്ള്. എനിക്ക് മാത്രമായതുകൊണ്ട് ഫുൾ അഡ്ജസ്റ്റ്മെന്റിൽ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, നിനക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കാറില്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേരുടെ കൂടെ ഒത്തിരി നേരം ഇരിക്കുമ്പോൾ ആട്ടാ കൂടുതൽ ബോറടിക്കാറ്. എനിക്ക് എൻ്റെ തന്നെ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഞാൻ പിന്നെ എത്ര പറഞ്ഞാലും എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടുള്ള വേദനകളും വിഷമങ്ങളും അതെനിക്ക് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം തന്നെ കുറച്ചധികം ദിവസമായിട്ട് ഞാൻ ഫോണിൽ കൂടെ പോലും ആരുടെ അടുത്ത് സംസാരിക്കാണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അത്ര ഇൻട്രോവേർട്ടൊന്നും അല്ല, പക്ഷേ എത്ര ആളോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞാലും എനിക്ക് എൻ്റെ തന്നെ ഒരു ടൈം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വല്ലപ്പോഴും ആണെങ്കിൽ പോലും. അതേപോലെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ സംസാരിക്കാൻ ഇല്ല എന്നുള്ളത് തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഞാൻ ഒരു കൂട്ടം ആൾക്കാരുടെ അടുത്തിരിക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ആൾക്കാർ എന്നെ ഒറ്റപ്പെടുത്തുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഉച്ചത്തേക്കുള്ള വൻപയർ വെള്ളത്തിലിട്ടിട്ട് ഞാൻ രാവിലത്തെ പരിപാടിയൊക്കെ ക്ലോസ് ചെയ്തു കേട്ടോ. പക്ഷെ എനിക്കിന്ന് വമ്പം പണി കിട്ടി. എൻ്റെ ഫോൺ പിന്നെയും ചീത്തയായി. ഫോണിനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഒരു 5-6 കൊല്ലമായി അതന്നെ സഹിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ എൻ്റെ ഫോണിലല്ല കേട്ടോ, അമ്മേൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. എൻ്റെ ക്യാമറ അതിലും മോശമാണ്. ഉച്ചയ്ക്ക് ഞാൻ ഏട്ടനെയും കൂട്ടി ഫോൺ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ബിരിയാണി വാങ്ങിയിട്ടാണ് തിരിച്ചു വന്നത്. എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ അതാണ് കഴിച്ചത്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് ബ്രെഡും ബിസ്ക്കറ്റും ചായയും കൂടെ കഴിച്ചിട്ടോ. ബ്രെഡാണെങ്കിലും ബിസ്ക്കറ്റാണെങ്കിലും രണ്ടും എനിക്ക് ചായയിൽ മുക്കി തന്നെ കഴിക്കണം. അതിപ്പോൾ കപ്പ് കേക്ക് ആണെങ്കിലും ഞാനിങ്ങനെയാണ് കഴിക്കാറ്. ഇതൊക്കെ കുഞ്ഞിലേ തൊട്ടുള്ള ശീലമാണ് കേട്ടോ. രാത്രിയത്തേക്ക് ഇനി എന്താ കഴിക്കാമെന്ന് എനിക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല, കാരണം ഞാൻ രാവിലെയും വെള്ളത്തിലിട്ട മമ്പയർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് 2-3 വിസിലടുപ്പിച്ചിട്ട് ഞാൻ ചപ്പാത്തിയും ചൂടാക്കിയിട്ട് രണ്ടും കൂടെ കഴിച്ചു കേട്ടോ. ഉച്ചത്തേക്ക് ആ ബിരിയാണി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഫുൾ ഡേ ഒരു ചപ്പാത്തിയും ബ്രെഡും ആയിട്ട് പോയേനെ. ഇങ്ങനൊരു ദിവസം അങ്ങനെ തീർന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ.